ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്കാണ് തയ്യാറാക്കുന്നത്. മുട്ടയൊന്നും ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ആ മൈദ ഇതേപോലെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് കൊക്കോ പൗഡറാണ്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത്, 1 ടീസ്പൂണാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണിൻ്റെ താഴ്ത്ത് വരുന്ന ഒരു പിഞ്ചോളം കുറവ് വരുന്ന ബേക്കിംഗ് സോഡ, അതായത് നമ്മുടെ അപ്പ സോഡ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കാൻ മറക്കരുത്. ഇതിലേക്ക് ഒരു 2 പിഞ്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഒന്നില്ലെങ്കിൽ 3 പ്രാവശ്യം അരിച്ചെടുക്കുക, അല്ലെങ്കിൽ 1 പ്രാവശ്യം അരിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതിയാകും. ഞാൻ സ്ഥിരമായിട്ട് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ 1 പ്രാവശ്യം അരിക്കും, അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ചെയ്താലും മതി, അല്ലെങ്കിൽ 3 പ്രാവശ്യം അരിച്ചെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ അരിച്ചതിന് ശേഷം ഞാനിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പസോഡയും ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ ഉപ്പും കൊക്കോ പൗഡറും ഒക്കെ മൈദയിലേക്ക് നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ക്ലീനായ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, വെള്ളമൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ ഇതിലേക്ക് ഞാനൊരു ചെറുപഴം എടുത്തിട്ടുണ്ട്, മൈസൂർ പഴമാണ് എടുത്തിട്ടുള്ളത്. പല സ്ഥലത്തും ഇതിന് പല പേര് പറയും, ചിലയിടത്ത് പാളയം കൂടെ ഒന്ന് പറയും. നമ്മുടെ കയ്യിൽ റോബസ്റ്റയാണുള്ളെങ്കിൽ അതൊരു 1/4 ഭാഗത്തിൻ്റെ അടുത്ത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പഞ്ചസാരയുടെ അളവ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ 1/2 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. ഇതൊരു മീഡിയം മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ 5 ടേബിൾ സ്പൂൺ ചേർക്കുമ്പോൾ. ഇനി ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. സൺഫ്ലവർ ഓയിൽ തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മുടെ കയ്യിലുള്ള മണമില്ലാത്ത ഏതൊരു ഓയിലും യൂസ് ചെയ്യാവുന്നതാണ്, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അത്യാവശ്യം 1 മിനിറ്റോളം ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ തന്നെ പെട്ടെന്ന് ഈ പഴവുമായിട്ട് ഈ ഓയിൽ മിക്സായി കിട്ടിക്കോളും. അപ്പോൾ നന്നായിട്ടിവിടെ മിക്സായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് നമ്മളിവിടെ അരിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് കുറച്ച് ചേർക്കുക, മിക്സ് ചെയ്യുക. അതിനുശേഷം ഞാനിതിലേക്ക് 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് റൂം ടെമ്പറേച്ചറിലായ പാലാണ് എടുക്കേണ്ടത്. ഫ്രിഡ്ജിൽ പാൽ അത് അങ്ങനെ തന്നെ എടുത്ത് യൂസ് ചെയ്യരുത്. അപ്പോൾ ഞാൻ കുറച്ച് പൊടി ഇട്ട് കൊടുക്കും, പിന്നെ പാല്, അങ്ങനെ 1/2 കപ്പ് പാലും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കപ്പളവ് വേണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല. നമ്മുടെ കയ്യിലുള്ള നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഗ്ലാസ് അളവായിട്ട് ഉപയോഗിച്ചാൽ മതിയാകും. അപ്പം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ വിനാഗിരിയാണ്, അതുകൂടെ സുർക്കയെന്നും പറയും. അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/3 കപ്പ് കറുത്ത ഉണക്കമുന്തിരി കൂടി എടുത്തിട്ടുണ്ട്. നട്ട്സ് മതിയെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു കേക്ക് ടിന്നിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഓവൻ സെറ്റപ്പ് അവിടെ ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. ഞാനൊരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാറ്ററൊക്കെ നമ്മുടെ ഇതിൽ കേക്ക് ടിന്നിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു പാത്രം തന്നെ വേണമെന്നില്ല, നമ്മുടെ വീട്ടിലുള്ള ഏതൊരു സ്റ്റീൽ പാത്രത്തിലും നമുക്കിത് തയ്യാറാക്കി എടുക്കാം. സ്റ്റീലിൻ്റെ ബൗളിലുണ്ടാക്കുന്ന ഒരു 2-3 കേക്കിൻ്റെ റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് പോയി കണ്ടു നോക്കുകൊണ്ടു. തീർച്ചയായും കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാകണമെങ്കിൽ അതിൻ്റെ കൂടി അഭിപ്രായം അറിയിക്കണം. അപ്പോൾ ഗാർണിഷിങ്ങിനായിട്ട് ഞാനിവിടെ കാഷ്യൂ നട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു നട്ട്സ് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്താലും മതി, ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്താലും നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഫ്രീ ഹീറ്റ് ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ട്രേ ഇറക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതൊരു 35 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ടിന്ന് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കാൻ മറക്കരുത്. അപ്പോൾ എനിക്ക് കറക്റ്റ് 35 മിനിറ്റ് കൊണ്ട് നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കേക്ക് റെഡിയായി വരുന്നതെന്ന് അറിയാനായിട്ട് അത്യാവശ്യം നല്ലൊരു മണം വരുമ്പോൾ മാത്രം നമ്മൾ തുറന്ന് നോക്കുക. ഇപ്പോൾ നോക്കാം, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുറത്തെടുത്ത് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് നീക്കം ചെയ്തിട്ടുണ്ട്, തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം.
നിങ്ങൾക്ക് ഈ കത്തി വെക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ്, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന, തീരെ കനമില്ലാത്ത പഞ്ഞി പോലെ ഇരിക്കുന്ന ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ലൈക്കും ചെയ്യണം. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സന്തോഷം നിറഞ്ഞ, സ്നേഹം നിറഞ്ഞ എൻ്റെയും കുടുംബത്തിൻ്റെയും ഹാപ്പി ക്രിസ്മസ്.